ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴയുണ്ട്, എഴുന്നേൽക്കാൻ നല്ല മടിയുണ്ട്. കുഞ്ഞാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റ് ആയതുകൊണ്ട് മമ്മി അവനെ എടുത്ത് നേരെ കൊണ്ടുപോയി കട്ടിലേക്ക് കിടത്തി. മമ്മിയാണെങ്കിൽ ഇന്ന് രാവിലത്തേക്ക് ചേമ്പ് പുഴുങ്ങാനുള്ള ചെറിയൊരു പ്ലാനിലായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. അമ്മയുടെ അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. ഇതാണ് അമ്മയുടെ അനിയത്തി. പുള്ളിക്കാരി ഉച്ചക്കത്തേക്കുള്ള കപ്പ റെഡിയാക്കുന്ന തിരക്കിലാണ്. അങ്ങനെ കുഞ്ഞാൻ്റെയും മമ്മിയും കൂടെ കപ്പയൊക്കെ റെഡിയാക്കി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. കൊതിയെന്നുണയാണ് പറയുന്നത്. അങ്ങനെ നേരെ ഉച്ചയായപ്പോഴത്തേക്ക് ബീഫൊക്കെ റെഡിയായി. എൻ്റെ പൊന്നേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എൻ്റെ റെസിപ്പി പറയുന്നതാണ് ഈ കാണുന്നത്. മൊത്തം ആക്ഷൻ ഇട്ട് അങ്ങ് വെതറുക. റെസിപ്പി പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾക്ക് കൊതി സഹിക്കാൻ വയ്യാതെ കൈയിട്ട് വരാൻ വരുന്ന വരവാണിത്. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി നേരെ കുളിച്ച് റെഡിയായിട്ട് കുഞ്ഞാൻ്റിക്ക് ഡാൻസിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഈ ഡാൻസിൻ്റെ വീഡിയോ എടുക്കാനുള്ള പോക്കാണ്. പുള്ളിക്കാരിയാണെങ്കിൽ തകർത്ത് പ്രാക്ടീസാണ്. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ടെറസിൻ്റെ മണ്ടയിൽ കയറി കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത്. പുള്ളിക്കാരിക്കാണെങ്കിൽ ഇത്ര ചെയ്തിട്ടും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അയ്യോ എടി കാല് ശരിയായില്ലടി, അയ്യോ എടി കൈ ശരിയായില്ലടി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇതാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് കപ്പയും ബീഫും തിന്നാനുള്ള പോക്കാണ്. എൻ്റെ ദൈവമേ, ഇത് കണ്ടിട്ട് ആർക്കേലും വായിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോർത്ത് കമൻറ്റ് ബോക്സിൽ എന്നെ തെറി വിളിക്കരുതേ. അങ്ങനെ കപ്പയും ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞാൻ്റി പോകാനുള്ള ടൈമായി എന്ന് മനസ്സിലായത്. കുഞ്ഞാൻ്റീനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും കൂടെ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുവാണേ. അവനാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും അങ്ങ് പോയാൽ മതി, കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരുന്നോളും. കുഞ്ഞാൻ്റി ആയിരുന്നു അവിടം വരെ എടുത്തത്. കുഞ്ഞാൻ്റിക്കാണെങ്കിൽ നല്ല വിഷമം കൊണ്ട് പോകുന്നതില്ല, അതെനിക്കറിയാം. പോകുന്ന വഴിക്ക് മൊത്തം മഴയായിരുന്നു കേട്ടോ. പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞാൻ്റിക്ക് കൊണ്ടുപോകാൻ ഇച്ചിരി സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മേടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ കുഞ്ഞാൻ്റീൻ്റെ കയ്യിൽ കിടന്നാൽ നല്ല ഉറക്കം. എനിക്കാണെങ്കിൽ കണ്ടിട്ട് എടുക്കാനും തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ പണ്ടായിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞാൻ്റീൻ്റെ പുറകെ ഓടിയിട്ടുണ്ടാവുമായിരുന്നു. കുഞ്ഞാൻ്റി പോലെ കുഞ്ഞാൻ്റി എന്നെയും കൂടെ കൊണ്ടുപോകും കുഞ്ഞാൻ്റി എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് കുഞ്ഞിലെ. പക്ഷേ ഇപ്പം അങ്ങനെ കുഞ്ഞാൻ്റീൻ്റെ പുറകെ എനിക്ക് ഓടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാരുടെ വെറുപ്പ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അവർക്കും എനിക്കും മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മറന്നാലും അവർക്കേറ്റ വേദന എന്തായാലും മാറാൻ പോകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് കുഞ്ഞാൻ്റി. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാൻ്റീനെ കൊണ്ടാക്കി നേരെ വീട്ടിലോട്ട് പോവാണ്. അവനാണെങ്കിൽ അമ്മച്ചിയുടെ കയ്യിലിരുന്ന് കാഴ്ചകൾ കാണും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.